നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാഗത്തിൽ PSC അടുത്തിടെ ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. ചോദ്യം: ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏത്? സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശമായിരുന്നതും നിലവിൽ നിയമാവകാശമായി മാത്രം ഭരണഘടനയിൽ ഉൾപ്പെട്ട അവകാശമാണ് ഏത്? സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയത്. 44-ാം ഭരണഘടനാ ഭേദഗതി വർഷം ഏതാണ്? 1978. ഈ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 300A ആണ്. ആർട്ടിക്കിൾ 300A. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 24 ആണ് ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 23-ഉം 24-ഉം ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. 23-ഉം 24-ഉം ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 23 ഫോഴ്സ്ഡ് ലേബർ നിർബന്ധിത വേലയും 24 ബാലവേല ചൈൽഡ് ലേബറും നിരോധിക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? മൗലിക അവകാശങ്ങളാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങളാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭാഗം 3 ആണ്. ആർട്ടിക്കിൾ എവിടെ മുതൽ എവിടം വരെ? 12 മുതൽ 35 വരെ. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാ? അമേരിക്ക. അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. നിലവിൽ 6 എണ്ണം. ഏത് അവകാശമാണ് മാറ്റിയത്? സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ആരുടെ കാലഘട്ടത്തിൽ? മൊറാർജി ദേശായി. അപ്പോൾ 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. ജനതാ ഗവൺമെന്റ്. മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് 1978-ലാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി സുപ്രീം കോടതിയും ഹൈക്കോടതിയും. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി 10th പ്രിലിംസ് ബാച്ച് ഉണ്ട്. അതിൽ ഇപ്പോൾ കഴിഞ്ഞ phase 1 എക്സാമിൻ്റെ 100 ക്വസ്റ്റ്യൻസിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥ ആയ രീതിയിൽ ഞാൻ പഠിച്ച രീതിയിലാണ് ആപ്പിലെ എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആണ്. അപ്പോൾ 10th പ്രിലിംസിൻ്റെ ക്ലാസ് എടുത്താലും 10th മെയിൻസിൻ്റെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ബാച്ച് ഉണ്ട്. അതുപോലെ ഫയർമാൻ്റെ ബാച്ച് ഉണ്ട്. ജനറൽ PSC ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ബാച്ച് ഉണ്ട്. വരാനിരിക്കുന്ന കമ്പനി LGS, ബെവ്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ എങ്ങനെയാണോ പഠിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായത് ആ ഒരു രീതിയിലാണ് ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, SCRT NCRT ക്ലാസ്സുകൾ, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരുപാട് അവസരങ്ങളാണ് വരുന്നത്. ഒന്നും പാഴാക്കരുത്. കിട്ടുന്ന അവസരങ്ങളിൽ കയറി പോകാൻ വേണ്ടി നോക്കാം. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ഏതൊക്കെ കോടതികൾക്കാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിക്ഷിപ്തമാണ്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 32. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 226. ഇനി ആർട്ടിക്കിൾ 32 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32. ഈ ആർട്ടിക്കിൾ 32-നെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ.
അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എങ്ങനെയാ? ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന ആർട്ടിക്കിൾ 32 പറ്റി, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ പറ്റി ആരഭിപ്രായപ്പെട്ടു? ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം 2023. എന്താ അത്? ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഡൽഹിയിലും മൊത്തം സീറ്റുകളുടെ 33% 15 വർഷത്തേക്ക് സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതി നിയമമാണ് 106ാം ഭേദഗതി നിയമം. 128ാമത് ഭേദഗതി ബില്ലാണ്. ഇത് അറിയപ്പെടുന്നത് ഏതു പേരില? നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം. അപ്പൊ അവസാനത്തെ ഭേദഗതി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവതരിപ്പിച്ചത് 2023 സെപ്റ്റംബർ മാസം. 2023 സെപ്റ്റംബർ മാസമാണ് അവതരിപ്പിച്ചത് ആരാണ്? കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം മെഹ്വാൾ. കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം മെഹ്വാൾ ആണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യം, സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. 44ാം ഭരണഘടനാ ഭേദഗതി, വർഷം 1978. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന 22 ജൂലൈ 1947 ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരുന്ന വാക്യം സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 2005. 2005 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4A, ഭാഗം 4A മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 32 സുപ്രീം കോടതി, 226 ഹൈക്കോടതികൾ. ഇപ്പൊ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 226. അപ്പൊ മൗലിക അവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകളാണ് പുറപ്പെടുവിക്കാവുന്നത്? 5 തരത്തിലുള്ള റിട്ടുകളാണ് പുറപ്പെടുവിക്കാവുന്നത്. റിട്ടുകളുടെ എണ്ണം 5. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോ വാറണ്ടോ. ഹേബിയസ് കോർപ്പസ് അർത്ഥം എന്താണ്? ലാറ്റിൻ വാക്കാണ്. എല്ലാ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ലാറ്റിൻ പദങ്ങളാണ്. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥം. നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുൻപാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. അടുത്ത ചോദ്യം, നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണ്? കോടതിയെ സമീപിക്കാനാകില്ല. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ കോടതിയെ സമീപിക്കാനാകില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. അടുത്ത ചോദ്യം, നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നും എടുത്തതാണ് വന്ദേ മാതരം.
ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഇത് മൂന്നും ശരിയാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 2005 വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ആന, കാള, സിംഹം, കുതിര. ആന, കാള, സിംഹം, കുതിര എന്നിവയാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ മൗലികാവകാശമല്ല. ബാക്കി തന്നിരിക്കുന്നത് സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒക്കെ മൗലിക അവകാശങ്ങളാണ്. സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശം മാത്രമാണ്. അടുത്ത ചോദ്യം, ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ മാസം 22. 1947 ജൂലൈ മാസം 22. ഇത് കണ്ടോ, ഒരു ചോദ്യം തന്നെ പല ചോദ്യ പേപ്പറിലായിട്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എപ്പോഴും നിങ്ങൾ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അടുത്ത ചോദ്യം, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? 1946 ഡിസംബർ മാസം 9. 1946 ഡിസംബർ 9. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത്, ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. ശരിയാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ശരിയാണ്. ഇവിടെ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു എന്നുണ്ട്. അത് തെറ്റാണ്. പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് മാസം 26 പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ മാസം 1 അപ്പൊ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന ഡേറ്റ് 2010 ഏപ്രിൽ മാസം 1. ആർട്ടിക്കിൾ 21A 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി ആരാണ്? മലാല യൂസഫ്സായി ആണ്. മലാല യൂസഫ്സായി. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ് പിംഗലി വെങ്കയ്യ ജനിച്ചത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതി ഭാഗം 4A. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നെടുത്തതാണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? അയിത്ത നിർമ്മാർജ്ജനമാണ്. അയിത്ത നിർമ്മാർജ്ജനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തത്. കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം തന്നെ അടുത്തടുത്ത ചോദ്യ പേപ്പറിൽ വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എപ്പോഴും നോക്കിയിരിക്കുക. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പ്രീവിയസ് ഒക്കെ ഇനിയും നോക്കണമെന്ന്. എപ്പോഴും നോക്കണം പ്രീവിയസ്, കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഓക്കെ.